യെസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ ഇവിടെ ഇപ്പം അടുത്ത ആഴ്ചയൊക്കെ ഭയങ്കര മഴയാണെന്ന് പറയുന്നത് കേട്ടു ന്യൂസിലൊക്കെ. നമുക്കറിയത്തില്ല, പെയ്ത് കഴിയുമ്പോൾ അറിയാം മഴ പെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ മഴ വന്ന് അതിൻ്റെ ഇതുവരെ ഒന്നും ക്ലിയർ ആയിട്ടില്ല. അതിന് മുമ്പ് പിന്നെ മഴ വരുവാന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലെന്ന് വെച്ചാൽ പൊതുവെ എല്ലായിടത്തെ കാര്യം എനിക്കറിഞ്ഞൂടാ. ഞാൻ ദുബൈയിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ അവിടെ ഫോണൊക്കെ ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് മൊബൈലൊന്നുമില്ലല്ലോ, മൊബൈൽ ഫോണുകളൊന്നുമില്ല. കാണുമായിരിക്കാം, പക്ഷെ എൻ്റെ അറിവിൽ എനിക്കറിയത്തില്ല. എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ മൊബൈൽ ഫോണിന് പകരം അവിടെ ഇങ്ങനെ കവർ പോലൊരു സാധനം വെച്ചിട്ട് അതിനകത്ത് ഫോണുണ്ട്, ലാൻഡ് ഫോൺ പോലത്തെ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് അതിനകത്തൊരു കോയിൻ ഇടണം. 1 ദിർഹംസിൻ്റെ ഒരു കോയിൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ വിളിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. 1 ദിർഹംസിൻ്റെ കോയിൻ ഇട്ട് കഴിയുമ്പോൾ ഇത്ര മിനിറ്റ് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, 1 മിനിറ്റ് അങ്ങോട്ടേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ സിസ്റ്റം മാറിയിട്ട് ഇപ്പോഴും കാണും, പക്ഷെ ഇപ്പം നമുക്ക് ആ സാധനങ്ങൾ കാണാനേ ഇല്ല. പിന്നെ കാർഡ് വാങ്ങിക്കും 30 ദിർഹംസിൻ്റെ 25 ദിർഹംസ് 20 ദിർഹംസ് എങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, ഓർമ്മയില്ല. ഒരു കാർഡ് വാങ്ങിച്ചിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നാട്ടിലോട്ട് വിളിക്കാൻ പറ്റും. നാട്ടിൽ വിളിച്ച് അമ്മയോടും അച്ഛനോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു കാഴ്ച കാണാൻ പറ്റി. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം ആ സാധനം കേട്ടോ. സോറി. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സഹോദരനും കൂടെ ജബലലിയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. മൈ ഗോഡ്, നമ്മുടെ മനസ്സിൽ ഓടിയെത്തിയ കുറേ ചിന്തകൾ, ആ മൺമറഞ്ഞു പോയ കുറേ കാര്യങ്ങൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. വർഷങ്ങളായില്ലേ അത് കണ്ടിട്ട് കാണാതിരുന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ആ ലാൻഡ് ഫോൺ നമ്മൾ കണ്ടെന്നുള്ളതാണ്. അയ്യോ, ഞാനത് വീഡിയോക്കകത്ത് കാണിക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് കാണിക്കാമേ. അങ്ങനെ അതെനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഒരുപാട് വിളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾക്കൊരു മൊബൈൽ വാങ്ങിക്കാനും നമ്മൾ ഇവിടെ വരുന്ന സമയങ്ങളിലെന്ന് വെച്ചാൽ അന്നൊക്കെ തുച്ഛമായ ശമ്പളവും കാര്യങ്ങളും ഒക്കെ അല്ലേ ഉള്ളൂ. ആ കിട്ടുന്ന പൈസയും കൊണ്ട് നമുക്ക് വീട്ടിലയക്കണം. നമ്മൾ കാർഡിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി പൈസ മൊത്തം വീട്ടിലയക്കുമായിരുന്നു. ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ അങ്ങനെയൊന്നും നമ്മൾ ഒരു കുപ്പിപ്പാൽ വാങ്ങിച്ചു കുടിക്കാൻ അങ്ങനെയൊന്നും കണക്കാക്കിയിട്ടില്ല. അപ്പോഴും നമ്മൾ വീട്ടിലെ ചിന്തകളാണ്. വീട്ടിലെ ചിന്തകളെന്ന് വെച്ചാൽ വീട്ടിലെ സഹോദരങ്ങളോ ഒന്നുമില്ലല്ലോ, ഞങ്ങൾ 3 പെൺപിള്ളേരല്ലായിരുന്നു. അപ്പം നമുക്ക് മനസ്സിൽ ഓടിയെത്തുക തന്തയും തള്ളയും നല്ല രീതിയിൽ ജീവിക്കണം, പട്ടിണി ഇല്ലാതെ ജീവിക്കണം എന്നുള്ള ആ ചിന്തയായിരുന്നു. അപ്പം നമ്മൾ ഈ കിട്ടുന്ന പൈസ എന്ത് ചെയ്യുമെന്നറിയോ, ഒരു കാർഡ് വാങ്ങിക്കും, എന്നിട്ട് ബാക്കി പൈസ നാട്ടിലയക്കും. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് മനസ്സിൽ ഓടിയെത്തിയത് ഈ സംഭവങ്ങളൊക്കെയാണ്. നാട്ടിൽ വിളിക്കുന്നതും ബന്ധുക്കൾക്ക് വിളിക്കുന്നതും. ഇങ്ങനെ ലൈൻ നിൽക്കണം. നമ്മൾ ലൈൻ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ കിട്ടത്തുള്ളൂ. അത് എല്ലാവരും ഇങ്ങനെ ലൈൻ നിൽക്കുക. ബംഗ്ലാദേശുകാർ, ശ്രീലങ്കക്കാർ, ഇന്ത്യക്കാർ, പാകിസ്ഥാനി പെൺപിള്ളേർ, ഫിലിപ്പീൻസ്, കൊറിയ, ചൈന, അങ്ങനെ കുറേ പല കൺട്രിയിലെ ആൾക്കാരല്ലേ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ക്യൂ നിന്ന് ഓരോരുത്തർ ചില പെൺപിള്ളേരൊക്കെയാണ് മണിക്കൂറുകളോട് നിന്ന് സംസാരിക്കുക. നമുക്കപ്പോൾ ദേഷ്യം വരും. കാരണം നമുക്കൊന്നും തന്തയോടും തള്ളയോടും സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കാരണം നമുക്ക് ദേഷ്യം വരും. ചില സമയങ്ങളൊക്കെ നമ്മൾ വഴക്ക് പറയാറുണ്ട് അവരെ. കാരണം എല്ലാവർക്കും സംസാരിക്കണം, നിങ്ങൾ ഇത്രയും ടൈം ഇങ്ങനെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടുന്നൊക്കെ പറഞ്ഞാൽ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോഴേ ലൈൻ നിന്ന് ചിലപ്പോൾ കാലൊക്കെ കിഴക്കും, ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. ചിലപ്പോൾ തിരിച്ചു പോയിട്ട് പിന്നെ വരുമ്പോഴും ഈ അവസ്ഥ തന്നെ. പിന്നെന്ത് ചെയ്യാനാ, എങ്ങനെങ്കിലുമൊക്കെ തട്ടുകുട്ടിയൊക്കെ വിളിക്കുമായിരുന്നു നാട്ടിൽ. ഇപ്പോൾ ആ മെഷീൻ കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. അപ്പോഴേ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അത് ഞാൻ
കാണിച്ചു തരാവേ. എല്ലാവരും പോയി ഒന്ന് കാണണം. ചില ആർക്കും മിക്ക ഇപ്പോഴത്തെ ഇതിൽ ആർക്കും അറിയാൻ ചാൻസ് കുറവാണ്. കാരണം പഴയ ആൾക്കാർക്ക് അതറിയാൻ പറ്റും. ഈ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ആ വീഡിയോ ഇടാതിൻ്റെ കൂടെ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോൾ കിട്ടിയത്, അത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോഴേ എല്ലാവരും പോയി കാണണേ. അപ്പം ശരി, അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് കേട്ടോ.